അപ്പോൾ എങ്ങനെ ക്യാൻവയിൽ നമ്മൾ തംബ്നെയിലും കാര്യങ്ങളൊക്കെ എഡിറ്റ് ചെയ്യാം എന്നുള്ളതാണ് കേട്ടോ കാണിക്കുന്നത്. അപ്പോൾ ഞാൻ ക്യാൻവ ഓൾറെഡി ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പം പ്ലേ സ്റ്റോറിൽ കയറി ഒന്നുകൂടെ ഞാനൊന്ന് ഇൻസ്റ്റാൾ ചെയ്ത് കാണിക്കാൻ കേട്ടോ. ഇൻസ്റ്റാൾ ചെയ്തതിന് ശേഷം നമുക്ക് എന്താണോ ആവശ്യം ഇങ്ങനെ എന്നതെല്ലാം ക്ലോസ് ചെയ്ത് കൊടുത്തിട്ട് നമുക്ക് ആ സെർച്ച് ടെംപ്ലേറ്റ്സ് അല്ലേ അവിടെ പോയിട്ട് നമുക്കിപ്പോൾ യൂട്യൂബിന് തംബ്നെയിൽ വേണം, അല്ലെങ്കിൽ ഇൻസ്റ്റാഗ്രാം അങ്ങനത്തെ കാര്യങ്ങൾക്കൊക്കെ തംബ്നെയിലും എഡിറ്റിംഗ് കാര്യങ്ങളൊക്കെ വേണമെങ്കിൽ നമുക്കിങ്ങനെ റെഡിമെയ്ഡായിട്ട് സംഭവം കയ്യിൽ കിട്ടും. നമ്മളത് ജസ്റ്റ് ഒന്ന് എഡിറ്റ് ചെയ്ത് കൊടുത്താൽ മതി. നമ്മുടെ ഫോട്ടോസ് കാര്യങ്ങൾ, നമ്മുടെ ഇപ്പോൾ ഒരു ഡെയിലി വ്ളോഗ് ആണെങ്കിൽ, കുക്കിംഗ് വ്ളോഗ് ആണെങ്കിൽ അതിൻ്റെയൊക്കെ റിലേറ്റഡ് ആയിട്ടുള്ള വീഡിയോസും കാര്യങ്ങളും നമ്മൾ ജസ്റ്റ് പിക്ചേഴ്സ് ഇൻസേർട്ട് ചെയ്ത് കൊടുത്താൽ കണ്ടില്ലേ പല രീതിയിലുള്ള തംബ്നെയിൽസ് നമുക്കിവിടെ അവൈലബിൾ ആയിരിക്കും. അപ്പോൾ ഞാനിപ്പോൾ ഒരു റാൻഡംലി ഒന്ന് ചൂസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതിലേക്ക് 4 ഫോട്ടോസ് നമ്മുടെ ഫോട്ടോസിൽ നിന്ന് സെലക്ട് ചെയ്ത് ജസ്റ്റ് റാൻഡമായിട്ട് സെലക്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇത് 4 ഞാൻ സെലക്ട് ചെയ്ത് കൊടുത്തതിന് ശേഷം അപ്ലോഡ് ചെയ്യുന്നുണ്ട്. അപ്പം നമുക്കിഷ്ടമുള്ള 4 ഫോട്ടോസ് ഞാൻ അപ്ലോഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇത് ഫോട്ടോസൊക്കെ അപ്ലോഡ് ആയിട്ടുണ്ട്. ഫോട്ടോസ് അപ്ലോഡ് ആകുമ്പോൾ ഇതിൻ്റെ ഒരു വ്യൂ ഇങ്ങനെയാണ് കേട്ടോ വരുന്നത്. ഇത് നമുക്ക് എങ്ങനെ വേണമെങ്കിലും അറേഞ്ച് ചെയ്ത് കൊടുക്കാം. അതുപോലെ തന്നെ ഈ ഡെയിലി വ്ളോഗ് എന്നൊക്കെ എഴുതിയേക്കുന്നതിൻ്റെ ടൈപ്പിംഗ് നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ മാറ്റി കൊടുക്കാം, കളേഴ്സ് മാറ്റി കൊടുക്കാം, ഫോണ്ട് മാറ്റി കൊടുക്കാം. എല്ലാം കൊണ്ടും ഈസി ആയിട്ടുള്ളൊരു സംഭവമാണ് കേട്ടോ ഈ ക്യാൻവ എന്നുള്ളത്.